ഓ എന്തൊരു ഉത്സാഹം. ഏട്ടാ ഇത് എവിടെയായി പോണത്? ആരുടെ കല്യാണം? ഒന്നുകൂടെ കെട്ടാൻ പോണോ? ആ അപ്പൊ എന്തായാലും എനിക്ക് സ്വസ്ഥത കിട്ടും. ഉത്തരവാദിത്തമുള്ള ഒരാളെ കെട്ടാം. എനിക്ക് ഉത്തരവാദിത്തമില്ലേ? എന്റെ ഏട്ടാ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ സർക്യൂട്ടിന് ഇറങ്ങിയ ഞാൻ എന്ത് ചെയ്യും? ഒരു അത്യാവശ്യം ഒരു കല്യാണത്തിൽ പോയിരിക്കാൻ പറ്റില്ല നമുക്ക്. എന്നിട്ട് നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാൻ മറന്നു ഡേറ്റ് പറയാൻ. ഇപ്പൊ രാവിലെ ആയിരിക്കും ഓർത്തത്. ഇന്നലെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇതിപ്പോ ആരുടെ കല്യാണമാ? ഇത് നമ്മുടെ യൂണിയനിലെ നേതാവിന്റെ മോളെ കല്യാണം. അപ്പൊ ഞാനിപ്പോ ഈ കേസ് യൂണിയനിലുള്ളതാണ് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓഹോ, അതുകൊണ്ട് അതിൻ്റെതായ ചില ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഏട്ടാ. ഒരു ഞായറാഴ്ച കിട്ടിയാ അങ്ങനെ അങ്ങ് ഇറങ്ങിക്കോണം. ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും ഏട്ടന് അറിയണ്ടേ? വീട്ടിലിപ്പോ എന്ത് കാര്യം നടക്കാത്തത്? ഈ വീട്ടില് വല്ല സാധനം ഉണ്ടാ? വെളിച്ചെണ്ണ തീർന്നിരിക്കുവാ, വെളിച്ചെണ്ണ മേടിക്കണ്ടേ? എല്ലാ പ്രാവശ്യവും അച്ഛനാണ് എണ്ണ കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യം അച്ഛന് വയ്യാഞ്ഞ കാരണം തേങ്ങയും ഉണക്കിയില്ല, എണ്ണയും ആട്ടിയില്ല. ഇപ്പൊ എണ്ണ മേടിക്കണം. എണ്ണ മാത്രല്ല ഏട്ടാ, സാധനങ്ങളൊക്കെ തീർന്നിരിക്കുവാ. പലചരക്ക് സാധനവും തേങ്ങയും ഒക്കെ തീർന്നിരിക്കുവാ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഈ ആഴ്ച മേടിക്കാന്ന്. ഇന്നിപ്പോ എന്തായാലും പറ്റില്ല, എനിക്കിന്ന് പോയവരുള്ളൂ. പിന്നെ അവരെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇതിപ്പോ അത്ര വലിയ അത്യാവശ്യമുള്ള കല്യാണമൊന്നും അല്ലല്ലോ, പോകണ്ടാന്ന് വെക്കുന്നേ. ഈ യൂണിയനിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ എല്ലാവരും വരുമ്പോഴത്തേക്ക് എനിക്ക് പോയേ പറ്റുള്ളൂ. ഇപ്പൊ അസീസും അമ്പിളിക്കൂട്ടും എല്ലാവരും വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞെങ്കിൽ ഞാനെങ്കിലും പോയി മേടിച്ചേനെ. ഇനി നിനക്ക് പോകാലോ. ഞാനാണ് എപ്പോഴും പോകുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇനി അടുത്ത ആഴ്ച എല്ലാം പോകാൻ നോക്കാം. അപ്പൊ അത്യാവശ്യം ഒന്നുമില്ലല്ലോ. അപ്പൊ നാളെ എല്ലാ ഹോട്ടലിൽ നിന്ന് തന്നെ വരുത്താം നമുക്ക്. അതാ നല്ലത്. വിളിയടവനെ താമസാ ഇല്ല വാ ഇല്ല വരുന്നില്ല. പോണൊക്കെ കൊള്ളാം. അവിടെ ചെന്നിട്ട് വെള്ളമൊന്നും അടിച്ചേക്കരുത്. വെള്ളം അടിക്കരുത്. നല്ല കാര്യത്തിന് വെള്ളം അടിക്കാൻ ഒരു കല്യാണം നമ്മുടെ യൂണിയന്റെ നേതാവിന്റെ മോള കല്യാണം. നീ പാട്. നല്ലൊരു കാര്യത്തിന് എണ്ണ കെട്ട ആൾക്കാരെ നേരത്തെ വരണേ. പോയിട്ട് കേറ നീ. ഭയങ്കര ചൂടാണ്. ശരി എപ്പോഴും അങ്ങനെയാണല്ലോ. ഡി സി ഉള്ളൂ. അവൻ അവിടെ ഇരിക്കല്ലേ. അവിടെ നീ അങ്ങനല്ലേ, ഞാൻ എന്തിനു പോയാലും അവനെ കൂട്ടുന്നതാണ്. നല്ലൊരു കാര്യത്തിന് പോകണം. എണ്ണ കെട്ടന്മാരൊന്നും പോകുന്ന പറയണേ. പറഞ്ഞാൽ അവൻ പാവളിയാ. ഇനി ഉരി ഉരി ഇരിക്കുവാ. ഉരുകെട്ട് നിനക്കെന്ത്? അവൻ ഒന്നുമില്ല, എന്റെ അളിയനല്ലടാ. നിന്റെ അളിയനോടൊപ്പം നീ ഇറങ്ങും. അങ്ങനല്ലേ പിന്നെ നമ്മളിവിടെ നീ ആലോചിക്കാണ്. നമ്മളൊരു കാര്യം നമ്മൾ ഒരുമിച്ച് പോയി താമസിക്കുന്ന സമയത്ത് നമ്മൾ അവനെ ഉറപ്പായിട്ട് അറിയാം കല്യാണത്തിന് ഒന്നും അല്ലെന്ന് പോകണം. നന്നായിട്ട് അറിയാം. പിന്നെ വിളി കേട്ടോ. നീ ഇരിടെ പ്രസവം ഉണ്ടാവില്ല. നീ ഞാൻ കൂടെ ഇല്ലേ? അല്ലയാ വാ, ഒരു കാര്യം പറ്റ വാ. കല്യാണത്തിനൊന്നല്ല പോണത്. അതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായി. നിങ്ങളെ ഉരുള് കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ സജി വർഗീസ്, ആന്റണി സജി വർഗീസ് ചെറിയുള്ള മറ്റേ മുട്ടയല്ല, നല്ല വെളുത്തിട്ടുള്ള തടിയാണ്. അവനെ കിട്ടുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കരിക്ക് കൂട്ടി അടിക്കാൻ വന്നവേ. നമ്മൾ അങ്ങോട്ടാണ് പോണത്. കരിക്ക് കൂട്ടി അടിക്കുന്ന സാധനം. നിനക്ക് പാസീസ് അമ്പളിക്കോട്ടനൊക്കെ അല്ലേ വലുത്. നിങ്ങൾ അവിടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെറുതെ എന്തിനാണ്? എടാ അവന്മാരെപ്പോലെ നിനക്കും പരിചയമുള്ളല്ലേ സജീവനാ. ശരിയാവില്ല, വേണ്ട. നമ്മളത് ഒന്നത് നമ്മൾ തമ്മിൽ എത്ര സുഖക്കുറവാണ്. വേണ്ടല്ലോ. എന്ത് സുഖക്കുറവ്? നിങ്ങളുടെ സന്തോഷങ്ങളെ എന്ത് നീ വരുന്നതാണ് എനിക്ക് സന്തോഷം. നീ ഇല്ലാതെ ഞാൻ ഒന്നും പോകാറില്ല, അറിയാലോ എനിക്ക്. നമുക്ക് വേറെ ദിവസം വേറെ എവിടെയെങ്കിലും ഈ സാധനം കിട്ടൂല. ഇത് കരിക്കൂട്ടിരിക്കുന്ന സാധനമാണ്. അതൊന്നും കാര്യമില്ല. അവർ ശരിയാവില്ലല്ലേ. അവന്മാർക്ക്
എന്നെ കാണാനല്ല നീ ഉണ്ടായിരുന്നു വേണ്ടളിയാ അടേ അടേ നിങ്ങൾ പോയിട്ട് വെറുതെ അവനെ കൊണ്ട് നടക്കണം എന്താ കാര്യം പറ വാ രണ്ടും പറഞ്ഞു ഉപ്മാവുക്കളാ, രണ്ടും ഉപ്മാവ് എന്റെ ശത്രുക്കളാ. നമ്മളത് ശരിയാവില്ല. ഇറങ്ങി വാടങ്ങട്ട് ഒന്നുമില്ല, എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. അവന്മാര് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് ഇതൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത്. ആർക്ക് വിരോധം? അളിയൻ പറഞ്ഞാ അളിയൻ നിങ്ങളുടെ അടുത്ത് ഒരു വിരോധമല്ല. നിനക്ക് വിരോധം ഉണ്ടാ? എനിക്കാ എനിക്കെന്ത് വിരോധം? ഇത്രേ ഉള്ളു. ഇറങ്ങാം. ഇപ്പൊ എന്റെ അളിയനാണ്, കൂട്ടാണ് എന്റെ അളിയൻ. പിന്നല്ല കൈ കൊണ്ട് സംഭവങ്ങളൊക്കെ കൈ അങ്ങനെയൊന്നുമില്ല. നിനക്കിനി എന്റെ അടുത്ത് വല്ല വിരോധം ഒരുമിച്ച് പഠിച്ച അവരുടെ അടുത്ത് വിരോധം ഉണ്ടാ? ഉണ്ടാ? അളിയാ നീയും ചാവും ഞാനും ചാവും. നിങ്ങളെ ഞങ്ങൾ അതല്ല പറഞ്ഞു വന്ന അളിയ പോയിട്ടോ അളിയ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതൊന്നും വേണ്ടറിയാ. രാഷ്ട്രീയം വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. കേട്ടാ? അതൊന്നും ഞാൻ അപ്പോഴേ കളഞ്ഞു. അങ്ങനെ ഉടുപ്പൊക്കെ മാറിട്ടാ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് 5 മിനിറ്റ് എടാ കുളിച്ചിട്ട് കുടിക്കുന്ന കണ്ടുകൂടെന്നാണ് പറഞ്ഞത്. കുടിച്ചിട്ട് കുളിക്കാം, കുളിച്ചിട്ട് കുടിച്ചൂടാ. നീ പോയിട്ടോ, നാടൻ പാട്ടുണ്ട്. പിന്നെ ഫീമെയിൽ സൗണ്ട് പാടും അറിയാലോ. തലക്കകത്ത് ഒന്നുമില്ലടാ, പാവോടാ. അല്ല ഇതുവരെ പോയില്ലേ? ഈ കല്യാണത്തിന് അളിയനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അളിയൻ മറന്നിരിക്കായിരുന്നു. ഹലോ, വരുന്നുണ്ടോ? എന്നിട്ട് പഞ്ചറായ എന്താ കല്യാണ ചെറുക്കൻ്റെ വണ്ടി പഞ്ചറായി. അയ്യോ, കൊണ്ട് വാടകയ്ക്ക് വണ്ടി കരിക്കുമലയെ കെട്ടിട്ടുണ്ടോ അവിടെ? കരക്കൊല കെട്ടി വണ്ടി എന്തോ പഞ്ചറായി. കല്യാണം ഞാൻ മറന്നിരിക്കേ. ഓർമ്മിപ്പിച്ച് ആ ഒരു പരാതി, ആ പാട് ഒരു പരാതിയോട് ഫ്രണ്ട് ഇരിക്കണ വെക്കിരിക്കണം. ഇരുന്നോടെ. ഞാൻ കയറില്ല, ഞാൻ കയറില്ല. തങ്കം കുളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലേ കേട്ടാ. അളിയ, ജീവിതത്തിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണ്. പക്ഷെ ആ സ്വർഗത്തിലെ മാലാഖയാണ് നമ്മളെ സജി വർഗീസ്. സജി വർഗീസ് എന്ന മാലാഖയാണ് നമുക്ക് ഇന്നത് സ്പോൺസർ ചെയ്തത്. മാലാഖൻ. പക്ഷെ അവന്റെ ബുദ്ധി അടിപൊളിയല്ലേ? നീ ഒരു കാര്യം, ചെറിയന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായ. അവൻ കരിക്കിനകത്താണ് സാധനം ഒഴിച്ചേക്കണത്. ഇതാണ് പോലീസ് പിടിക്കൂല, പട്ടാളം പിടിക്കൂല. വണ്ടി സ്റ്റാർട്ട് ചെയ്യും, കിക്കർ സ്റ്റാർട്ട് അമ്പളേ. അത് ആള് വരട്ടെ, ആള് വന്നിട്ട് പോവാ. നീ ഇപ്പഴേ തൊഴയല്ലേ? നീ ഇങ്ങനെ വിളിച്ചു വരും. ആളുണ്ടോ ചോര്? ആളുണ്ടോ? പക്ഷെ അറിയാ, വേറൊരു സത്യം പറയട്ടോ, ഈ കരിക്കില് സാധനം ഒഴിച്ച് അടിക്കാൻ നമുക്ക് ഇവിടെ ധൈര്യമായിട്ടൊന്ന് അടിക്കാം. എവിടെ നിന്ന് അടിക്കാം? ഇവിടെ ഒരു മനുഷ്യനും ചോദിക്കൂല. റോഡിൽ നിന്ന് അടിക്കും ഞാൻ. അല്ലെ തന്നെ ആരും ചോദിക്കാൻ വരട്ടെ. വേറെ ഇത് പ്രശ്നം എന്താ അറിയാമോ? ഇപ്പൊ തന്നെ സജി വർഗീസിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ എത്ര പ്രാവശ്യം കരിക്കിടാൻ കയറി. ഇനി ഇതുപോലത്തെ സാധനം കൊണ്ടുവന്ന നമ്മള് നേരെ തെങ്ങിന്റെ മണ്ടേ കയറി ഇരുന്ന് അടിക്കും. അമ്പിളിയുടെ കാറിനകത്ത് മൂത്രം ഒഴിക്കുന്നു. നീ ഒറ്റയടിക്ക് തീർത്താളാ. ഓ പൊന്നാണേ കഴിക്ക്. അയ്യോ അതെ എന്തേലും വിഷമമുണ്ടായി പറഞ്ഞോ, നമുക്ക് നമ്മൾ സന്തോഷിക്കാൻ വന്നല്ലോ. നമ്മളിത് മദ്യവെച്ച് ഇങ്ങനെ മതിമറന്ന് നിൽക്കുന്ന സമയത്താണ് മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നമ്മൾ പുറത്ത്. നിന്റെ അളിയും എവിടെ ഒരു പാവള എന്റെ അളിയനെ അപ്പോൾ അളിയനെ കിട്ടാൻ വേണ്ടല്ലേ പുണ്യം ചെയ്യാൻ. നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, ഇത്രയും പാവം. അല്ലേ
നമ്മള് കരയാൻ പാടില്ല, നമ്മള് സന്തോഷിക്കാൻ വേണ്ടിയാണ്. നമ്മളല്ലോ ലോകം മൊത്തം ഞാൻ നാണം കെടുത്തു. അത് സാരമില്ല, നമ്മള് ക്ഷമിച്ചല്ലോ. കൂട്ടുകാരും വന്നാലും അവരോടൊക്കെ മോശമായിട്ട് പെരുമാറിയുള്ളൂ. എന്താ അങ്ങനെ പറ്റിപ്പോയാ? പക്ഷെ നിന്നോട് മനസ്സിലൊന്നും വെച്ചിട്ടല്ല. അമ്പലൂട്ടാ ഇവനുണ്ടല്ലോ മുത്താണ്, മുത്ത്. ഞാൻ പറഞ്ഞില്ല. നീ എന്നോട് പൊറുക്കോ? അങ്ങനെ മേലാൽ ഇനി മേലാൽ ആ സംസാരം പാടില്ല. ഇല്ല, പുറത്തുനിന്നൊരു നമ്മൾ തമ്മില് മാപ്പ് വാപ്പ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഈ കായൽ ചാടിച്ചാ അതെ, നീ പുറത്തുനിന്നൊരു വാക്ക് ഞാനും കൂടെ പറയരുത്. ഒന്നുമില്ല, എല്ലാം പറഞ്ഞു നമ്മള്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, പരസ്പരം നമ്മൾ ക്ഷമിക്കണം. പരസ്പരം ക്ഷമിച്ചിട്ട് വേണം. ഒരു പ്രശ്നമില്ല. നിങ്ങൾ പ്രശ്നമുണ്ടാ? നിനക്ക് പ്രശ്നമുണ്ടാ? നിന്നെ പറ്റി ആവുമ്പോ ഒരു സാധനം എഴുതി വിട്ട് അത് നിനക്ക് കുഴപ്പമില്ലല്ലോ. വീഡിയോ ഇട്ടില്ല, നിനക്ക് കുഴപ്പമില്ലല്ലോ. ഞാനേ അറിയുന്നല്ലേ വീഡിയോ ഇട്ട്? ഒരു സംഭവം ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നു. നമ്മളിപ്പോ എല്ലാരോട് ഇങ്ങനെ മദ്യപിച്ചിട്ട് ഇങ്ങനെ ബോധമില്ലാതല്ല, ബോധമുണ്ട്. പക്ഷേ നമ്മൾ അത് ആരെങ്കിലും മൊബൈലിൽ ഇങ്ങനെ എടുത്തു, മൊബൈൽ എടുത്തിട്ട് അത് മറ്റേ ഫേസ്ബുക്കിൽ ഇട്ടാൽ അത് ശരിയാണോ തെറ്റാണോ? കൊല്ലണം, പട്ടിയോ കൊല്ലിഞ്ഞ്. അല്ലേ, അങ്ങനെ കൊല്ലണം. അപ്പൊ ആ ഇത് വെച്ചിട്ട് യവൻ കാണിച്ചത് തെണ്ടിത്തരം അല്ലേ? അത് ഞാൻ കാണിച്ച തെണ്ടിത്തരം. പക്ഷേ ആ തെണ്ടിത്തരം ഞാൻ കാണിച്ച തെണ്ടി എന്നോട് കാണിച്ചത് നീ. ഞാൻ കാണിച്ച തെണ്ടിത്തരം എന്തിനാണ്? സത്യം. പക്ഷേ ഫേസ്ബുക്കിൽ ഇടയ്ക്ക് അത് കാണുമ്പോ എനിക്ക് ഭ്രാന്തം. നീ ചെയ്തത് മോശമാണ്. നീ ചെയ്ത് പോകരുത്തണോ? അങ്ങനെ സംസാരിക്കില്ലേ നീ? പിന്നെ അങ്ങനെ സംസാരിക്കണം. ഞാൻ നീ കാണിച്ച പോകരുതം എന്റെ നാൾ എന്റെ പിള്ളേര് നിന്റെ പിള്ളേർ എന്നെ പിന്നെ മൂക്കി കയറ്റിക്കളെ പിന്നെ നിന്റെ ആളെ അങ്ങനെ സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലാതെ പറഞ്ഞു. നിന്റെ ആളെ എന്തോ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പരിപാടി എന്നെ വിളിക്കരുത്. ഇതിനകത്ത് അസീസ് പറഞ്ഞത് ശരിയായില്ല. അസീസ് അങ്ങനെ കാട്ടി ശരിയായില്ല. നമ്മള് കൂട്ടത്തോടെ എല്ലാവരുടെ 4 പേരും ഒരേ മനസ്സായിട്ട് ഒന്ന് രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുന്നത് സംസാരിച്ച് ശരിയല്ല. എന്റെ അളിയന്റെ കൂട്ടുകാരുള്ളതുകൊണ്ട് നിന്നെ ഇപ്പൊ വെറുതെ ചുമ്മാരനെ അതല്ലേ അങ്ങനല്ല. ഞാൻ ഒരു പട്ടി. നീ അതിനകത്ത് ഇപ്പൊ ഇതാകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ലടാ, നീയൊക്കെ ഒന്നിച്ചോ. പിന്നെ നിന്റെ എവിടെ പോണത്? നീ പോലെ ഞാൻ പറഞ്ഞത് ഇതെന്ത് കാണിക്കുന്നു? എവിടെ പോണത്? ഞാൻ പറഞ്ഞല്ലോ, നീ ഇത് അങ്ങനെ പോലെ. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു കൂട്ടായിട്ട് വന്നിരിക്കുന്നല്ലേ ഇത്. അപ്പൊ അതിന്റെ രീതിയിൽ നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുന്നത്. അത് അങ്ങനെ അന്നേരം പറഞ്ഞല്ലത്. അത് നമ്മൾ 1-2 പറഞ്ഞത് അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ പറഞ്ഞകത്ത് ഇപ്പൊ എന്താണ് അല്ലയാ, എല്ലാം കഴിഞ്ഞ് കാലം എല്ലാം മാച്ച് കളയും. നമ്മളെല്ലാം പറഞ്ഞ് ഒരുമിച്ചാവുന്നത് ആരുടെ നമ്മുടെ കൂട്ടുകാരല്ലേ. കഷ്ടം തന്നെ. ഞാൻ വലിയ ഡയലോഗും പഠിച്ചിട്ടുണ്ടോ? പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ പോട്ടെ. ആറ്റുമീനിൽ പായലിൽ അന്തിവയിൽ ചാഞ്ഞ നാളെ. നീ വാഴയാ നമ്മളെ ഭ്രാന്തന്മാരെ പോലെ അല്ലേ, സ്റ്റൈലെല്ലാം പോയി. ഇത് ഡോറ് കംപ്ലൈന്റ് ഉണ്ട്, ഇത് തുറക്കണില്ല. അണ്ണാ 4 പുട്ട് 4 മീൻ കറി. ആ ഡോറടച്ചോ. മഹേഷ് ഇരിക്കണം, മഹേഷ് എന്റെ സ്പെഷ്യലാണ്. ചേട്ടന്റെ പേരെന്താ?
പേരെന്താ? കൈ കഴുകല്ലേ? ഇതാടാ ഇരിക്കുക. വെള്ളം കളയല്ലേ, വെള്ളം കുറച്ച എന്തിനാ ഉടക്കിയിരിക്കുന്നത്? എന്താ അതല്ലടാ, അതല്ല എന്റെ കാലിൽ ഉടക്കി. സ്കൂളായിട്ടുള്ളത്. എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് എന്താ വേണ്ടെന്ന് വേണ്ടോ? എനിക്ക് മുട്ടും നൊത്തോലി ഫ്രൈയും ഇവിടെ ഫുഡും ചെറിയ മൂത്രമൊഴിപ്പ്. ദൈവം 5ാമത്തെ പ്രാവശ്യം ഇതിന് ഷുഗറുണ്ട്. അതിന് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. പ്രമുഖനല്ലേ, പ്രമുഖന്മാർക്കാണ് എല്ലാ അസുഖമുണ്ട്. ആ അണ്ണാ എടണ്ണാ. ഇതെന്താ കാണിക്കുന്നത്? ഇതെന്താ കാണിക്കുന്നത്? ഇയാൾ എന്താ കാണിക്കുന്നതെന്ന്? ഇതെന്താ വണ്ടിയുടെ പുറകിൽ മൂത്രം ഒഴിച്ചത്? ഇതെന്താ മൂത്രം ഒഴിക്കാൻ സ്ഥലമാണോ? മൂത്രം ഒഴിക്കുന്ന നല്ല വണ്ടി ഉണ്ടല്ലോ. ഞാൻ ഇവിടെ തന്നെ വണ്ടി ഒതുക്കി ഇട്ടോണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്ന ഓട്ടോ ഒതുക്കിയിട്ട് കുറച്ച് ഉറങ്ങാൻ വേണ്ടി വരുന്നത്. ഇയാൾ എന്തിനാ യാത്ര സൈഡിൽ മൂത്രം ഒഴിക്കുന്നത്? മൂത്രത്തിന്റെ സ്മെല്ല് അടിച്ചിട്ട് നീ ഉറങ്ങുള്ളടേ. മൂത്രത്തിന്റെ സ്മെല്ല് അടിച്ചിട്ട് ഇയാൾ എന്തിനാ പൊതു സ്ഥലത്ത് മൂത്രം ഒഴിച്ചിടാന്ന് ഇയാൾക്ക് അറിയില്ലേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് മൂത്രം ഒഴിക്കാം. ഇഷ്ടമുള്ളവർക്ക് ഇയാൾ മൂത്രം ഒഴിക്കാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾ മൂത്രം ഒഴിക്കുമോ? ഞാൻ ചിലപ്പോ ഇവിടെ എയർപോർട്ടിൽ പോയി മൂത്രം ഒഴിക്കും. ഇയാൾ വണ്ടി ഞാനാരെന്നാ? ഇയാൾ എന്റെ വണ്ടിയിൽ മൂത്രം ഒഴിച്ചാൽ നിന്റെ വണ്ടിയിലെ മൂത്രം ഒഴിക്കാൻ നീ മൂത്രം ഒഴിക്കേണ്ടതല്ല വണ്ടിയുടെ ഉള്ളത്. വണ്ടി ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഇട്ടോണ്ടിരിക്കുന്നത്. ഇയാൾക്ക് മൂത്രം ഒഴിക്കുന്നത് ഇയാൾ എന്റെ വണ്ടിയുടെ പുറകിൽ ഞാൻ ഉറങ്ങി കിടക്കായിരുന്നു. ഇയാൾ എന്റെ വണ്ടിയുടെ പുറകിൽ കയറി മൂത്രം ഒഴിച്ചു. ചോദിച്ചപ്പോ ഒരു റോള് സംസാരിക്കുന്ന ഒരു മാന്യതയില്ല. അതല്ല എന്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് സ്ഥിരം ഞാൻ ഇവിടെ നമ്മളുടെ നാട്ടുകാരിവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്തോ വെള്ളാട്ടിന് എന്തോ നീ കാണിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പെട്രോളിന് വില കൂടിയില്ലേ? അന്ന് നിങ്ങൾ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി സമരം നടന്നല്ലോ. ആ സമരം നയിച്ചത് ആരാ? ഞാൻ. സത്യം. നിനക്ക് ഒരു കഷ്ണം മീനോടെ പറയാം. പാര ഉണ്ടെങ്കിൽ അതിനൊരു പാര എന്നാ ഒരു ചായയോടെ കൂടെ പയ്യണം. അപ്പോൾ സംഭവം ഓട്ടോറിക്ഷ പിള്ളേരെല്ലാം നമ്മളെ ടീമുകളാണ്. പിന്നെ നല്ല കമ്പനിയാണ്. നിങ്ങളിത് എവിടായിരുന്നു? ഒരു കാര്യം പറയാം, ഒരുമിച്ച് വന്നാൽ ഒരുമിച്ചുണ്ടാവണം. ഒരുത്തന്നെ ഒറ്റ കിട്ടിട്ട് അങ്ങോട്ട് പോകരുത്. അതേനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒറ്റയ്ക്കാക്കിട്ട് പോകരുത്. Alien versus Alien.